നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ. അത് ഞാൻ പറയാൻ പോകുന്നത് കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. പക്ഷേ ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഇത് കോമണാണ്. കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടൽ വൃത്തിയാക്കുന്ന ഒരു മെത്തേഡാണത്. അത് നമ്മുടെ ഇന്ത്യയിലും പല സ്ഥലത്തുമുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 2 സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോളൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ. ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കഴുകുക. ഇതിന് ആക്ച്വലായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രത്യേക മെഷീനുണ്ട്. അതിന് കോളൻ ഹൈഡ്രോതെറാപ്പി മെഷീൻ എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിൽ 4 ഹൈ ക്ലാസ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്റർ വെള്ളം അത് രണ്ടെണ്ണത്തിൽ 2 ചൂടുവെള്ളവും 2 തണുത്ത വെള്ളവും, അതായത് നമ്മുടെ വൻകുടലിന് ടോളറബിളായിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഒരു ട്യൂബ് കൊണ്ട് ഡിവൈസ് കൊണ്ട് നമ്മുടെ ഏനൽ റീജിയനായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതൊരു മിഷൻ്റെ സഹായത്തോടുകൂടി ഈ വെള്ളം കടത്തി വിടും. അപ്പോൾ ഈ നമ്മുടെ വൻകുടലിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഇഞ്ച് വിഡ്ത്താണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. അപ്പോൾ ഇതിനകത്ത് നിറച്ച് വെള്ളം നിറച്ചിട്ട് ഈ വൻകുടലിനെ കഴുകുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കക്കൂസിപ്പോണം തോന്നുമ്പോഴത്തേക്കിത് തുറന്നു വിടും. അപ്പോൾ നമുക്കിത് അതിൻ്റെ മെഷീനിൽ കൂടെ കാണാം. റിബൺ പോലെ, കട്ട് പോലെ, ട്യൂമർ പോലെയൊക്കെ ഉള്ള ഇതാണ് പോകുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു 2 to 5 ഡേയ്സ് ആവശ്യം മതി എന്നുള്ളതാണ്. 2 to 5 ദിവസം കൊണ്ട് ഇത് കഴുകിക്കഴിഞ്ഞാൽ തന്നെയും ഇത് ഒരിക്കലും ക്ലീൻ ആവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് 10 ദിവസം 20 ദിവസം ഇതെല്ലാം. ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടായിരുന്ന ഈ കോളൻ ഹൈഡ്രോതെറാപ്പിസ്റ്റിനാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വലുതായിട്ട് ചെയ്തിട്ടില്ല. യൂറോപ്പിൽ ഡെവലപ്പ് കൺട്രീസിലെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. അമേരിക്കയിൽ കോസ്റ്റ്ലി പ്രോസസ്സാണ്. കാരണം ഒരു പ്രോസസ് ഞാൻ ചാർജ് ചെയ്യുന്ന ഒരു $100 പക്ഷെ അതൊന്നും ഇവിടെ ചെയ്യാനൊക്കത്തില്ല. കാരണം ഇതെല്ലാം ഡിസ്പോസിബിൾ മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 hour to 1 hour എടുക്കും. അപ്പോൾ ഈ നമുക്ക് ഈ ട്യൂബിൽ കൂടെ കാണാൻ ഇങ്ങനെ വെള്ളം പോയിട്ട് അത് സോക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഇത്രയും പീസസാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കോളൻ ഹൈഡ്രോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ കോൾഡ് ടു ക്യാൻസറിന് വരെ ഉപയോഗിക്കാം, അലർജിക്ക് ഉപയോഗിക്കാം, ആസ്മയ്ക്ക് ഉപയോഗിക്കാം, ഈവൻ എയ്ഡ്സിന് ഉപയോഗിക്കാം, സകലതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു മെത്തേഡാണ് കോളൻ ഹൈഡ്രോതെറാപ്പി. അപ്പോൾ ഈ കോളൻ ഹൈഡ്രോതെറാപ്പി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും എല്ലാ ദിവസവും നമുക്ക് മലം പോകത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആഹാര സാധനം കഴിക്കുന്നതാണ് നല്ലത്. പല ലാക്സേറ്റീവ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കഴിയുന്നതും ഈ കെമിക്കലായിട്ടുള്ളത് വാങ്ങിക്കരുത്. ആയുർവേദ പ്രോഡക്റ്റാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കുട്ടികൾക്ക് ഹോമിയോപ്പതിക് പ്രോഡക്റ്റുകളും ഉണ്ട്, ലാക്സേറ്റീവ്. അത് വളരെ മൈൽഡായിട്ടുള്ളതാണ്. അത് ഏതെങ്കിലും ഉപയോഗിച്ച് എല്ലാ ദിവസവും നമുക്ക് കക്കൂസിൽ 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കോൾഡ് ടു ക്യാൻസർ, മാനസിക രോഗം വരെയും നമുക്കത് മാറ്റാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ അത് പറഞ്ഞാൽ തന്നെയും ഈ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തല തൊട്ട് പാദം വരെയുള്ള സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഹാർട്ടിൻ്റെ സെൻറ്ററിൽ ഈ ഇമ്പാക്ഷൻ അളവ് വരികയാണെങ്കിൽ ഹാർട്ട് ഡിസീസായിട്ട് മാറും. ഈ പിറ്റുവിറ്റിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ടു ക്യാൻസർ, മാനസിക രോഗം വരെ മാറ്റാൻ ഈ കോളൻ ഹൈഡ്രോതെറാപ്പി കൊണ്ട് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.